നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചതും പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റോഡ് ശൃംഖലയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? റോഡ് ശൃംഖലയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2ാം സ്ഥാനമാണ് കേട്ടോ. 2ാം സ്ഥാനമാണ് റോഡ് ശൃംഖലയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2ാമതാണ്. ഒന്നാമത് അമേരിക്കയാണ്. രണ്ടാമതേതാ? നമ്മുടെ ഇന്ത്യയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? ഏത് വർഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1988 1988 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1995 മുതൽ 1995 മുതലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1988 റാങ്ക് ഫയലിലേക്ക് 1995 ഏത് കൊടുത്തിരിക്കുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതല്ല, 1988 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. 1995 എന്താ ചെയ്യുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം: നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ച വർഷം ഏതാണ്? നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിച്ച വർഷം ഏതാണ്? ഏത് വർഷം മുതലാണ്? 1998 മുതൽ 1998 മുതലാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആരംഭിക്കുന്നത്. നാലാമത്തെ ചോദ്യം: മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാ? നമ്മുടെ കേരളമാണ് അല്ലേ? കേരളമാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? കേരളമാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഏതാണ്? ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത? ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയാണ്. ഇത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ആറാമത്തെ ചോദ്യം: ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആരാ? ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരി അല്ലെ? ഷേർഷാ സൂരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായിട്ട് കണക്കാക്കപ്പെടുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. ഏഴാമത്തെ ചോദ്യം: ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊൽക്കത്ത അമൃത്സറിനെ അല്ലെ? കൊൽക്കത്തയും അമൃത്സറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലേ? അപ്പോൾ ചിലർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്, ഡൽഹി അമൃത്സർ അല്ലേ അല്ലെങ്കിൽ കൊൽക്കത്ത ഡൽഹി അല്ലേ എന്നല്ലേ? ഇതിന് 2 പാർട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് റോഡിന് 2 പാർട്ടുണ്ട്. അതായത് കൊൽക്കത്ത മുതൽ ഡൽഹി വരെയും ഡൽഹി മുതൽ അമൃത്സർ വരെയും. അപ്പോൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ കൊൽക്കത്ത ടു ഏതെന്ന് വരും? അമൃത്സർ എന്ന് വരും. ഓർത്തു നോക്കുക, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാതയായിട്ട് കണക്കാക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാര? ഷേർഷാ സൂരിയാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊൽക്കത്തയും അമൃത്സറുമാണ്. എട്ടാമത്തെ ചോദ്യം: പോർബന്ദറിനെ സിൽച്ചാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാ? പോർബന്ദറിനെ സിൽച്ചാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാ? ഏതാ? NH-27 ആണ്. NH-27 പോർബന്ദറിനെ സിൽച്ചാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാ? NH-27 ആണ്. ഇനി ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാത ഏതാ? ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാത ഏതാണ്? ഏതാ? NH-4 ആണ് കേട്ടോ. NH-4 ആണ് ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാതയാണ് ഇത് NH-4 എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം: ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേ ഏതാണ്? ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന നാഷണൽ ഹൈവേ ഏതാ? NH-4 ആണ്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന ഏതാ? NH-4 ആണ്. എന്തായിരുന്നു പ്രത്യേകത? ഇന്ത്യയിലെ മറ്റ് ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാത കൂടിയാണ് ഇത് NH-4 എന്ന് പറയുന്നത്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് NH-4. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാ? NH-44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് ഇത് NH-44. എന്നാൽ NH-44ന്റെ പഴയ പേരെന്താ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH-44 എന്ന് പറയുന്നത്. NH-44ന്റെ പഴയ പേരെന്താ?
എന്താ NH7 ആണ്. NH7 എന്നാണ്. NH44ന്റെ പഴയ പേരെന്താ? NH7 ആണ്. ഇനി 13ാമത്തെ ചോദ്യം, ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാ? ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാ? NH44 ആണ്. ഏതിനേക്കാ? ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത നാഷണൽ ഹൈവേ ഏതാ? NH44 ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാ? ഇതിൻ്റെ ആൻസർ ഇതിലില്ല കേട്ടോ. ശരിക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH548 ആണ് കേട്ടോ. 548 ആണ് കേട്ടോ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എന്ന് പറയുന്നത് NH548 ആണ്. അത് കഴിഞ്ഞാൽ 118 ആണ്. 118 ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് ഇത്. 548 എന്ന് പറയുന്നത്. ഓപ്ഷനിൽ 548 ഇല്ല എങ്കിൽ ഏത് എഴുതണം? 118 ഉണ്ടെങ്കിൽ 118 എഴുതണം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ എഴുതേണ്ടത് 966B എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത നിലവിൽ 548. 548 ഇല്ല, 118 ഉണ്ടെങ്കിൽ 118 എഴുതാം. 548ഉം 118ഉം ഇല്ലെങ്കിൽ ഏത് എഴുതണം? NH966B എന്നുള്ള ഓപ്ഷന് എഴുതണം. ഇനി അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാ? വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാ? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന 966B അല്ലേ? കൊച്ചിയിലാണ് ഇത് വെല്ലിംഗ്ടൺ ദ്വീപുള്ളത് അല്ലേ? അപ്പോൾ വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ഇത് 966B എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും ചെറിയ ദേശീയപാതയായിരുന്നു ഇത് 966B എന്ന് പറയുന്നത്. നിലവിൽ 548 ആണ്. കാര്യം ഓർത്തു വെക്കുക. ഇനി 16ാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ് ആണ്. ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്. ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണിത്, ഹിമാചൽ പ്രദേശ്. ഇനി 17ാമത്തെ ചോദ്യം, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാ? ലഡാക്കിലാണ്. ഓപ്ഷൻ ഡി ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാ? ലഡാക്കിലാണ്. 18ാമത്തെ ചോദ്യം, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. 19ാമത്തെ ചോദ്യം, അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി ഏതാ? അതിർത്തികളിലും തീരപ്രദേശങ്ങളിലും റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി ഏതാ? ഭാരത് മാലയാണ്. ഭാരത് മാല പദ്ധതി. 20ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാ? സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാ? പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയാണ്. ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. 21ാമത്തെ ചോദ്യം, ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അല്ലേ? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി 22, ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഓപ്ഷൻ ബി ഗോവയാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര, ഏറ്റവും കുറവ് ഗോവയാണ്. 23, റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം റോഡിന്റെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ്. റോഡ് ദൈർഘ്യം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 24, ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതും തന്നെയാണ് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 25ാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം
ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഗോവയും മേഘാലയയും ഉണ്ട്. ഗോവയുണ്ട്, മേഘാലയുണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണിത്. ഗോവയും അതുപോലെ മേഘാലയും. 26ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ നാഷണൽ എക്സ്പ്രസ് വേ 1 ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് വേ നാഷണൽ എക്സ്പ്രസ് വേ 1 തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അഹമ്മദാബാദ് വഡോദരയാണ്. ഓപ്ഷൻ സി അഹമ്മദാബാദ് വഡോദര. 27ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാത ഏതാ? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാതയാണ് ഏത്? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ. 28ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാ? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് ഇത് ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ. 29 യമുന എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? യമുന എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? നോയിഡ, ആഗ്രയാണ്. ഓപ്ഷൻ എ നോയിഡയും ആഗ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യമുന എക്സ്പ്രസ് വേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു പൂനെയാണ്. മുംബൈ ടു പൂനെയാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. 31 ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ മുംബൈ ടു പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ മുംബൈ ടു പൂനെയാണ്. 32 ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് റോഡ് മുംബൈ ടു പൂനെയാണ്. മുംബൈ ടു പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ കൺട്രോൾഡ് ആക്സസ് റോഡ് മുംബൈ ടു പൂനെയാണ്. ഇനി ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ് അല്ലേ? ജലഗതാഗതമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. 34 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ഏത് വർഷം? 1986 ഒക്ടോബർ 17 അല്ലേ? 1986 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റീസ് രൂപീകൃതമാകുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത NW1 ആണ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത് വർഷം? 1968 1968 ഏത് നിലവിൽ വരുന്നത്? കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വരുന്നത്. 37ാമത്തെ ചോദ്യം, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ് അല്ലെ? ഓപ്ഷൻ ബി നോയിഡയിലാണ്. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയിലാണ്. 38ാമത്തെ ചോദ്യം, കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. 39 നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗായിഘട്ടാണ്. ഓപ്ഷൻ സി ഗായിഘട്ട് അല്ലെങ്കിൽ പാറ്റ്ന അല്ല, നമ്മളെ ബീഹാറിലെ പാറ്റ്ന. ഓക്കെ, ഗായിഘട്ട് അതായത് മഹാത്മാഗാന്ധി സേതു ഗായിഘട്ട് പാറ്റ്ന സിറ്റി എന്നാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം ഏത് വർഷം? 2016 മാർച്ച് 25 2016 മാർച്ച് 25 ഇത് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്?
എത്രയാ? 111 ദേശീയ ജലപാതകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 111 ദേശീയ ജലപാതകളുണ്ട്. 42ാമത്തെ ചോദ്യം, ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് കേരളത്തിൽ ആദ്യ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? ആദ്യം എന്നല്ല, ആകെ എന്നാണ്. ആകെയാണ് കേട്ടോ, ആദ്യമല്ല, ആകെ. ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് കേരളത്തിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 4 എണ്ണം ആട്ടോ. ഓപ്ഷൻ സി, 4 ദേശീയ ജലപാതകളാണുള്ളത്. അതായത് പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ 4 ദേശീയ ജലപാതകളുണ്ട്. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയാം, പൂർണ്ണമല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിറ്റ് ആയിട്ട് കടന്നു പോകുന്ന ഒരു ദേശീയ ജലപാത കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ 5 എണ്ണം എന്ന് പറയാം. പക്ഷേ കേരളത്തിൽ പൂർണ്ണമായിട്ട് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ. ട്രാൻസിറ്റ് ആയിട്ട് ഒന്നും കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് കേരളത്തിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 4 ദേശീയ ജലപാതകളുണ്ട്. പൂർണ്ണമായിട്ടും എത്രയാണെന്ന് വെച്ചാൽ 4, അല്ലാതെ ചോദിക്കാമെന്നുണ്ടെങ്കിൽ 5 ചെയ്താൽ മതി. NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? അലഹബാദ്, ഹാൽഡിയ അല്ലെ. ഓപ്ഷൻ എ അലഹബാദ്, ഹാൽഡിയ. NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? അലഹബാദ്, ഹാൽഡിയ. 44ാമത്തെ ചോദ്യം, NW2 നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? NW2 ബന്ധിപ്പിക്കുന്നത് ഏതാ? സാദിയ ദുബ്രി അല്ലെ, സാദിയ ദുബ്രി. 45 NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കൊല്ലം, കോഴിക്കോട്. കൊല്ലം, കോഴിക്കോട്. ആദ്യം ഏതായിരുന്നു? കൊല്ലം കോട്ടപ്പുറമായിരുന്നു. നിലവിൽ കൊല്ലം കോഴിക്കോടാണ്. SCRTയിലുള്ളത് കൊല്ലം കോട്ടപ്പുറം തന്നെയാണ്. പക്ഷേ നിലവിൽ PSC ലേറ്റസ്റ്റ് എക്സാമിൽ കൊല്ലം കോഴിക്കോട് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിരുത്തി പഠിക്കാം. കൊല്ലം കോഴിക്കോടാണ് NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇനി 46ാമത്തെ ചോദ്യം, NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാ? കാക്കിനഡ, പുതുച്ചേരി ആട്ടോ. കാക്കിനഡ, പുതുച്ചേരി. ഓപ്ഷൻ സി, കാക്കിനഡ, പുതുച്ചേരി. NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കാക്കിനഡ, പുതുച്ചേരി. 47 NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? താൽച്ചർ ടു ധാംബ്ര. താൽച്ചർ ടു ധാംബ്ര. NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? താൽച്ചർ ടു ധാംബ്ര. NW6 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? NW6 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? NW6 ലഖിപൂർ ടു ബാങ്ക്ര അല്ലെ. ഓപ്ഷൻ ബി ആണ്, ലഖിപൂർ ടു ബാങ്ക്ര. ഇനി 49ാമത്തെ ചോദ്യം, NW1ന്റെ നീളം എത്രയാണ്? നാഷണൽ വാട്ടർവേ 1ന്റെ നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ. NW1ന്റെ നീളം എത്രയാ? 1620 കിലോമീറ്റർ. 50 NW3 അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ് ഇത് NW3 എന്ന് പറയുന്നത്. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് NW3. ഇനി NW2ന്റെ നീളം എത്രയാണ്? നാഷണൽ വാട്ടർവേ 2ന്റെ നീളം എത്രയാണ്? 891 കിലോമീറ്റർ അല്ലെ. 891 കിലോമീറ്റർ ആണ് NW2ന്റെ നീളം എന്ന് പറയുന്നത്. 52 NW3യുടെ നീളം എത്രയാണ്? NW3യുടെ നീളം എത്രയാ? 365 കിലോമീറ്റർ. 365 കിലോമീറ്റർ. 53ാമത്തെ ചോദ്യം, NW4ന്റെ നീളം എത്രയാണ്? NW4ന്റെ നീളം എത്രയാ? 2890 കിലോമീറ്റർ. 2890 കിലോമീറ്റർ. 54ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാ? ഇന്ത്യൻ റെയിൽവേ അല്ലെ. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത്. 55ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാ? ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാ? ഡൽഹൌസി ആണല്ലേ. ഓപ്ഷൻ സി, ഡൽഹൌസി ആണ്. 56 ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ബറോഡ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനത്തിന്റെ പേരെന്താ? ബറോഡ ഹൗസ്. ബറോഡ ഹൗസ് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ അല്ലെ. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ബറോഡ ഹൗസ്. എവിടെയാ? ന്യൂഡൽഹിയിലാണ്. 57 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടി ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായ ആനക്കുട്ടി ഏതാ? ബോലു എന്ന ആനക്കുട്ടിയാണ്. ബോലു എന്ന ആനക്കുട്ടി. 58 ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താ? രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജീവരേഖ എന്ന് പറഞ്ഞ കേട്ടോ. രാജ്യത്തിന്റെ ജീവരേഖ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ജീവരേഖ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ് എന്ത്? രാഷ്ട്രത്തിന്റെ ജീവരേഖ. 59 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്?
ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം എന്ന 1853 ഏപ്രിൽ 16-നാണ്. 1853 ഏപ്രിൽ 16-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ആരംഭിക്കുന്നത്. 60-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എവിടെ മുതൽ എവിടെ വരെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ഏതാ? ബോംബെ ടു താനെ അല്ലെ? ബോംബെ ടു താനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത. ഏതാ? ബോംബെ ടു താനെയാണ്. 61, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ ആണ്. 62-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം ഏതാ? ഇന്ത്യയിൽ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം ഏത് വർഷം? 1890-ലാണ്. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം ഏതാ? 1890-ലാണ്. 63, ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏതാ? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏത് വർഷം? 1951-ലാണ് അല്ലേ? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏതാ? 1951-ലാണ്. 64, ഇന്ത്യൻ റെയിൽവേയുടെ മാസിക ഏതാ? ഇന്ത്യൻ റെയിൽവേയുടെ മാസിക ഏതാ? ഇന്ത്യൻ റെയിൽവേയുടെ മാസിക? 2 ഉണ്ട്. ഇന്ത്യൻ റെയിൽവേസും അതുപോലെ ഭാരതീയ റെയിലും. ഓപ്ഷൻ ഡി ആണ്. എയും ബിയും എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ മാസികകളാണ്. ഏതൊക്കെയാ? ഇന്ത്യൻ റെയിൽവേസും ഭാരതീയ റെയിലും. 65, ഇന്ത്യൻ റെയിൽവേയുടെ കുടിവെള്ള പദ്ധതി ഏതാ? ഇന്ത്യൻ റെയിൽവേയുടെ കുടിവെള്ള പദ്ധതി ഏത് പേരില? റെയിൽ നീരാണ്. ഓപ്ഷൻ ബി റെയിൽ നീര്. ഇന്ത്യൻ റെയിൽവേയുടെ കുടിവെള്ള പദ്ധതി ഏതാ? റെയിൽ നീരാണ്. 66-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം? ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ഏതാ? സിക്കിമാട്ടോ. സിക്കിമാണ്. പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റെയിൽവേയുടെ പണികൾ പുരോഗമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു എന്ത് വരുന്നുണ്ട്? സ്റ്റേഷൻ, പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ ഭാവിയിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം എന്നത് മാറും. എന്ത് ചെയ്യുന്നുണ്ട്? സിക്കിമിലും ഒരു അവസാനമായിട്ട് ഇതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി 67-ാമത്തെ ചോദ്യം, റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വഡോദരയാണ്. റെയിൽവേ സ്റ്റാഫ് കോളേജ് എവിടെയാ? വഡോദരയാണ്. 68, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാ? ഡെക്കാൻ ക്വീൻ ആണ്. ഓപ്ഷൻ സി ഡെക്കാൻ ക്വീൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാ? ഡെക്കാൻ ക്വീൻ. 69-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാ? വിവേക് എക്സ്പ്രസ് ആണ്. വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാ? വിവേക് എക്സ്പ്രസ് ആണ്. 70, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി ഏതാ? നവയുഗ് എക്സ്പ്രസ് ആണ്. ഓപ്ഷൻ സി നവയുഗ് എക്സ്പ്രസ്. 71, വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാ? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഇത്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 72, ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ ഏതാ? ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ ഏതാ? റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പഠിച്ചു. ഏതാ? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇത് ആദ്യമായിട്ട് വൈഫൈ സംവിധാനം ഏർപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ ചോദിച്ചാൽ ഏതാ? രാജധാനി എക്സ്പ്രസ് ആട്ടോ. രാജധാനി എക്സ്പ്രസ്സിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈഫൈ സംവിധാനം ഏർപ്പെടുന്ന ട്രെയിനായിട്ട് മാറിയത്. 73, CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ട്രെയിൻ ഏതാ? CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ട്രെയിൻ ഏതാ? ഷാൻ ഇ പഞ്ചാബ് ആണ്. ഓപ്ഷൻ സി ഷാൻ ഇ പഞ്ചാബ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ ട്രെയിനാണ് ഇത്, ഷാൻ ഇ പഞ്ചാബ്. 74, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രെയിൻ സർവീസ് ഏതാ? ട്രെയിൻ സർവീസ് അല്ല, ട്രെയിൻ ഏതാ? ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രെയിൻ ഏതായിരുന്നു? ഫെയറി ക്വീൻ ആണ്. ഓപ്ഷൻ ബി ഫെയറി ക്വീൻ. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രെയിനാണ് ഇത്, ഫെയറി ക്വീൻ. 75, മെട്രോകളെ പ്രധാന സംസ്ഥാന തലസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഏതാ? മെട്രോകളെ പ്രധാന സംസ്ഥാന തലസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഏതാ? ദുരന്തോ എക്സ്പ്രസ് ആണ്. ഓപ്ഷൻ എ ദുരന്തോ എക്സ്പ്രസ്. 76, ദുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷം ഏതാ? ദുരന്തോ എക്സ്പ്രസ്
സർവീസ് ആരംഭിച്ച വർഷം ഏതാ? ഏത് വർഷം മുതലായിരുന്നു? 2009 മുതലാണ് തുരന്തോ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷം ഏതാ? 2009 ആണ്. 77 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ ഏതാ? ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആഡംബര ടൂറിസ്റ്റ് ട്രെയിൻ ഏതാ? പാലസ് ഓൺ വീൽസ് ആണ്. ഓപ്ഷൻ ബി പാലസ് ഓൺ വീൽസ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണിത്, പാലസ് ഓൺ വീൽസ്. 78 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ ഏതാ? പാൽനാട് എക്സ്പ്രസ് ആണ്. ഓപ്ഷൻ ഡി പാൽനാട് എക്സ്പ്രസ്. 79 ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാ? രാമേശ്വരം മനമധുരയാണ് കേട്ടോ. രാമേശ്വരം മനമധുരൈ. 80ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അവസാനമായിട്ട് റെയിൽവേ ലൈന് നിലവിൽ വന്ന സംസ്ഥാനം? ഇന്ത്യയിൽ അവസാനമായിട്ട് റെയിൽവേ ലൈന് നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? ഇതിൻ്റെ ആൻസർ നിലവിൽ മേഘാലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സിക്കിമിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു റെയിൽവേ ലൈന് വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഇത് അവസാനമായിട്ട് വരുന്ന റെയിൽവേ ലൈന്. ഇനി 81ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രോഡ് ഗേജിൻ്റെ നീളം എത്രയാണ്? ഇന്ത്യയിലെ ബ്രോഡ് ഗേജിന്റെ നീളം എത്രയാ? 1.676 അല്ലെ? ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ ബ്രോഡ് ഗേജിന്റെ നീളം എത്രയാ? 1.676 മീറ്റർ ആണ്. ഇനി ഇന്ത്യയിലെ നാരോ ഗേജിന്റെ നീളം എത്രയാ? ഇന്ത്യയിലെ നാരോ ഗേജിന്റെ നീളം എത്രയാ? ഇന്ത്യയിലെ നാരോ ഗേജിൻ്റെ? 0.762 ആണ്. 0.762 ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ നാരോ ഗേജിന്റെ നീളം എത്രയാ? 0.762 ആണ്. 83 ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ഏതാ? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യൻ ട്രെയിന് ഏതാ? സംഝോത എക്സ്പ്രസ് അല്ലേ? ഓപ്ഷൻ ബി സംഝോത എക്സ്പ്രസ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ട്രെയിനാണ് ഇത്, സംഝോത എക്സ്പ്രസ്. 84 ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ട്രെയിൻ ഏതാ? ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ട്രെയിന് ഏതാ? മൈത്രി എക്സ്പ്രസ്. ഓപ്ഷൻ സി മൈത്രി എക്സ്പ്രസ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ട്രെയിനാണ് ഏത്? മൈത്രി എക്സ്പ്രസ്. 85 അടുത്തിടെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാ? അടുത്തിടെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാ? ബന്ധൻ എക്സ്പ്രസ്. ഓപ്ഷൻ എ ബന്ധൻ എക്സ്പ്രസ്. 86 ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാ? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസ് ഏതാ? വന്ദേ ഭാരത് എക്സ്പ്രസ്. 87 ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഹോസ്റ്റസുമാരെ നിയമിച്ച ട്രെയിൻ ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഹോസ്റ്റസുമാരെ നിയമിച്ച ട്രെയിൻ ഏതാ? ഗതിമാൻ എക്സ്പ്രസ് ആണ് കേട്ടോ. ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഹോസ്റ്റസുമാരെ നിയമിച്ച ട്രെയിനാണ് ഇത്, ഗതിമാൻ എക്സ്പ്രസ്. 88 ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പശ്ചിമ ബംഗാളിലാണ് അല്ലെ? പശ്ചിമ ബംഗാളിലാണ്. 89ാമത്തെ ചോദ്യം, ഡീസൽ ലോക്കോമോട്ടീവ്സ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ്സ് എവിടെയാ? ഉത്തർപ്രദേശിലെ വാരണാസി. 90 ഡീസൽ മോഡേണൈസേഷൻ വർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡീസൽ മോഡേണൈസേഷൻ വർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാട്യാലയാണ്. ഓപ്ഷൻ സി പാട്യാല. 91 ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി പേരമ്പൂര്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാ? പേരമ്പൂര്. 92ാമത്തെ ചോദ്യം, റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കപൂർത്തല. ഓപ്ഷൻ എ റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാ? കപൂർത്തല. 93 വീൽ ആൻഡ് ആക്സിൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വീൽ ആൻഡ് ആക്സിൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? യലഹങ്കയാണ്. ഓപ്ഷൻ ഡി യലഹങ്ക. റെയിൽ വീൽ ഫാക്ടറി എവിടെയാ? യലഹങ്കയാണ്. 94 ഇന്ത്യയിൽ മെട്രോ റെയിൽ ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആരംഭിച്ച വർഷം
ഏത് വർഷം? 1984. എവിടെയായിരുന്നു ആദ്യത്തെ ഇന്ത്യയിലെ മെട്രോ ആരംഭിക്കുന്നത്? ബംഗാളിലാണ് അല്ലെ, ബംഗാളിലാണ് അല്ലെങ്കിൽ കൽക്കത്തയാണ്, കൽക്കത്ത മെട്രോയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ ആരംഭിച്ച വർഷം 1984. എവിടെയാ? കൽക്കത്ത മെട്രോ. 95 ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ച നഗരം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. എവിടെയാ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ ആരംഭിച്ച സംസ്ഥാനം? നമ്മൾ പറഞ്ഞു എവിടെയാ? കൊൽക്കത്തയാണ്. 96 ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ എവിടെയാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ എവിടെയായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ അത് ന്യൂഡൽഹിയാണ് അല്ലേ, ന്യൂഡൽഹിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ഡൽഹിയിൽ മെട്രോ സർവീസ് ആരംഭിക്കുന്നത്? ഡൽഹിയിൽ മെട്രോ സർവീസ് ആരംഭിച്ച വർഷം ഏത് വർഷം? 2002ലാണ് ഡൽഹി മെട്രോ സർവീസ് ആരംഭിച്ച വർഷം ഏതാ? 2002ലാണ്. 98 പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാ? പരിസ്ഥിതി സൗഹാർദ്ദത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാ? ഡൽഹി മെട്രോയാണ്. 99 ഡൽഹി മെട്രോയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച മലയാളി ആരാ? ഡൽഹി മെട്രോയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച മലയാളി ആരാ? മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ അല്ലേ, ശ്രീധരനാണ്. 100ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മൂന്നാമത്തതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ മെട്രോ റെയിൽ ഏതാണ്? ഇന്ത്യയിലെ മൂന്നാമത്തതും ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തേതുമായ മെട്രോ റെയിൽ ഏതാ? നമ്മ മെട്രോ. ഏതാ? ബംഗളൂരു ആണ് അല്ലെ, ബംഗളൂരു ആണ്. നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന ബംഗളൂരു ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിൽ ആദ്യത്തേതുമായിട്ടുള്ള മെട്രോ റെയിൽവേ. ഇനി 101ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാ? 18 റെയിൽവേ സോണുകൾ. ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളുണ്ട്? 18 റെയിൽവേ സോണുകളാണ് ഉള്ളത്. ഇനി ഇന്ത്യയിൽ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാ? ദക്ഷിണ തീരദേശ റെയിൽവേ ആണ്. 103 കൽക്കത്ത മെട്രോയെ റെയിൽവേ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കൊൽക്കത്ത മെട്രോയെ റെയിൽവേ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2010ലാണ്. 2010ലാണ് കൊൽക്കത്തയെ മെട്രോയെ റെയിൽവേ സോണായിട്ട് പ്രഖ്യാപിക്കുന്നത്. 104 മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? മുംബൈയിലാണ്. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയിലാണ്. 105 കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഹാജിപൂരാണ്. ഓപ്ഷൻ ബി ഹാജിപൂർ. അടുത്ത ചോദ്യം, കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ചന്ദ്രശേഖരപൂർ, ഭുവനേശ്വർ ആണ്. ഭുവനേശ്വറാണ് കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഭുവനേശ്വരാണ്. 107 കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം അത് കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. 108 വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഗോരഖ്പൂർ ആണ്. ഓപ്ഷൻ ബി ഗോരഖ്പൂർ. 109ാമത്തെ ചോദ്യം, വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? അലഹബാദ് ആണ്. ഓപ്ഷൻ ഡി അലഹബാദ്. വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദ്. 110 വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? രാജസ്ഥാനിലെ ജയ്പൂരാണ്. വടക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ജയ്പൂരാണ്. 111 വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഗുവാഹത്തിയാണ്. ഓപ്ഷൻ ബി ഗുവാഹത്തി. ഇനി 112ാമത്തെ ചോദ്യം, ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഉത്തര റെയിൽവേയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയാണ്. 113 ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഓപ്ഷൻ സി സെക്കന്ദരാബാദ്. ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? സെക്കന്ദരാബാദ്. ഇനി തെക്ക് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? തെക്ക് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ബിലാസ്പൂർ ആണ്. ഓപ്ഷൻ എ ബിലാസ്പൂർ.
ഇനി തെക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? തെക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി കൊൽക്കത്ത. 116 തെക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? തെക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ഹുബ്ബള്ളിയാണ്. ഹുബ്ബള്ളിയാണ്. 117 ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വെസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഏതാ വരിക? ജബൽപൂരാണല്ലേ. ഓപ്ഷൻ ബി ജബൽപൂർ. 119 പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? മുംബൈയിലെ ചർച്ച് ഗേറ്റ് ആണ്. മുംബൈ ആണ് കേട്ടോ. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ആണ്. 120 മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം. മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി കൊൽക്കത്ത. 121 ദക്ഷിണ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദക്ഷിണ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വിശാഖപട്ടണത്താണ് അല്ലേ. 18ാമത്തെ റെയിൽവേ സോണാണ് ഇത്. ദക്ഷിണ തീര റെയിൽവേ ആസ്ഥാനം വിശാഖപട്ടണമാണ്. 122 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം ഏത് വർഷം? 1911. 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. ഇനി 123ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് ഏതായിരുന്നു? അലഹബാദ് ടു നൈനിയാണ് കേട്ടോ. ഓപ്ഷൻ സി അലഹബാദ് ടു നൈനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് എന്ന് പറയുന്നത്. 124ാമത്തെ ചോദ്യം, ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? JRD ടാറ്റയാണ്. ഓപ്ഷൻ ബി JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? JRD ടാറ്റയാണ്. 125 ബോംബെയിൽ നിന്ന് കറാച്ചി വരെ JRD ടാറ്റ വിമാന സർവീസ് നടത്തിയ വർഷം ഏതാണ്? ബോംബെയിൽ നിന്ന് കറാച്ചി വരെ JRD ടാറ്റ വിമാന സർവീസ് നടത്തിയ വർഷം ഏത് വർഷം? 1932ലാണ്. 1932ലാണ് ബോംബെയിൽ നിന്ന് കറാച്ചി വരെ JRD ടാറ്റ വിമാന സർവീസ് നടത്തിയത്. 126ാമത്തെ ചോദ്യം, ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? ഏത് വർഷം? 1946ലാണ്. 1946ലാണ് ടാറ്റ എയർലൈൻസ് എന്ന് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് പേര് മാറ്റിയത്. 127 എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ന്യൂഡൽഹി അല്ലെ. ഓപ്ഷൻ എ ഡൽഹിയാണ്. 128ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. അതുപോലെ 129 ക്യാൻസൽ. 130ാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം 1953 ഓഗസ്റ്റ് 1 1953 ഓഗസ്റ്റ് 1 ഏത് നിലവിൽ വരുന്നത്? ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരുന്നത്. 131 ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം ഏതാ? 2007ലാണ്. 2007ലാണ്. 132 ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നായിരുന്നു? 1953 ഓഗസ്റ്റ് 1 1953 ഓഗസ്റ്റ് 1 ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ചത്. 133 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ? രാജീവ് ഗാന്ധി ഭവൻ കേട്ടോ. രാജീവ് ഗാന്ധി ഭവൻ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ? രാജീവ് ഗാന്ധി ഭവൻ. 34 ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാ? ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ല. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. 135 തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാ?
കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അല്ലെ. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. 36 ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാ? ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. 37 ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഓപ്ഷൻ ഡി ദുർഗാപൂരാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമായിട്ട് കണക്കാക്കുന്നത്. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാ? സിയാലാണ് അല്ലെ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. അടുത്തത് പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്താ? പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താ? വീർ സവർക്കർ എയർപോർട്ട് എന്നാട്ടോ. വീർ സവർക്കർ എയർപോർട്ട്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്താ? വീർ സവർക്കർ എയർപോർട്ട് എന്നാണ്. 141 ഡംഡം വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്താ? ഡംഡം വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താ? സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് എന്നാണ്. ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്. 142 ആഗ്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേര്. ആഗ്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താ? പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം എവിടെയാ? ആഗ്രയുടേതാണ് ഇത്. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം. 143 ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? ഇന്ത്യൻ എയർലൈനിൻ്റെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാ? ദുർബ ബാനർജിയാണ് കേട്ടോ. ദുർബ ബാനർജി. ഇന്ത്യൻ എയർലൈനിൻ്റെ ആദ്യത്തെ വനിതാ പൈലറ്റാണ് ആര്? ദുർബ ബാനർജി. ഇനി ആദ്യത്തെ 144 ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാ? ഓപ്ഷൻ ഡി പ്രേം മാത്തൂരാണ്. പ്രേം മാത്തൂർ. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാ? പ്രേം മാത്തൂർ. 145 പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആരാ? പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആരാ? ഓപ്ഷൻ ബി ഊർമിള കെ പരീഖ് ആണ്. ഊർമിള കെ പരീഖ്. 146 ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ഇനി 147 രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി എവിടെയാ? ട്രിവാൻഡ്രമാണ്. ഓപ്ഷൻ എ ആണ് ട്രിവാൻഡ്രം. 148 നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ഗോണ്ടിയാണ് കേട്ടോ. ഗോണ്ടിയയിലാണ്.